ഞാനിന്നുള്ളത് കൊല്ലം ജില്ലയിലെ തങ്കശ്ശേരിയിലുള്ള ലൈറ്റ് ഹൗസിലാണ്. ഏകദേശം കേരളത്തിൽ 12ഓളം ലൈറ്റ് ഹൗസ് ഉണ്ട്. അതിൽ ഒരു ലൈറ്റ് ഹൗസാണിത്. ഇതിൻ്റെ അകത്ത് ലിഫ്റ്റൊക്കെ ഉണ്ട് മുകളിലോട്ട് കയറി പോകാൻ. പിന്നെ സ്റ്റെയറും ഉണ്ട്. സ്റ്റെയർ വഴിയും കയറാം, ലിഫ്റ്റ് വഴിയും കയറാം. ഇത് ഒരു വിൻഡോ എന്നുള്ള വ്യൂ ആണ്. വ്യൂ ഒക്കെ അടിപൊളിയാണ്. ഇവിടെ ഒരു സൺസെറ്റിൻ്റെ സമയത്താണ് ഞാനുള്ളത്. അടിപൊളി വ്യൂ ആണ്. ഞാൻ ഇപ്പോൾ ഏറ്റവും ടോപ്പിൽ എത്തി നിൽക്കുകയാണ്. ഇവിടെ നമുക്ക് ബീച്ചൊക്കെ അടിപൊളിയായിട്ട് കാണാൻ പറ്റും. പിന്നെ തങ്കശ്ശേരി ബീച്ചാണ് കാണുന്നത്. അതല്ലേ ഫിഷിംഗ് ബോട്ട്സൊക്കെ കാണാം. ഒരുപാട് ഫിഷിംഗ് ബോട്ട്സ് കിടപ്പുണ്ട്. ഇതൊരു വെതറിൻ്റെ എന്തോ ആണെന്ന് തോന്നുന്നു. വെതർ അളക്കുന്ന എന്തോ ഒരു ഇതാണെന്ന് തോന്നുന്നു. അത് ദൂരെ കാണുന്ന സൺസെറ്റാണ് കേട്ടോ. അടിപൊളി സൺസെറ്റാണ്. അടിപൊളി വ്യൂ ആണ്. നല്ല കാറ്റാണ്. പക്ഷേ ഇതിൻ്റെ മുകളിൽ അധികം സ്ഥലമൊന്നുമില്ല. വളരെ ക്രൗഡഡ് ആയിട്ടാണ് നിൽക്കുന്നത്. നല്ല തിരക്കാണ്. ചുറ്റും ആൾക്കാരാണ്. ഞാൻ ആ വോയിസ് സപ്രസ് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾ കേൾക്കാത്തത്. ഇതിൻ്റെ തൊട്ടടുത്താണ് ബ്രേക്ക് വാട്ടർ ഉള്ളത്. അതായത് തങ്കശ്ശേരി ബ്രേക്ക് വാട്ടർ. ഏകദേശം 2.5 കിലോമീറ്ററോളം നമുക്ക് കടലിൻ്റെ അകത്തോട്ട് നടക്കാൻ പറ്റും. ഇത് മുകളിൽ നിന്ന് നമ്മൾ താഴോട്ടുള്ള ആളുകളോട്ടുള്ള വ്യൂ ആണ്. കണ്ടില്ലേ, വളരെ ക്രാംഡാണ്. സ്പേസ് വളരെ കുറവാണ് മുകളിൽ. ഇത് മുകളിൽ നിന്ന് ഇങ്ങനെ തെന്നി ഇങ്ങനെ വീഴുന്നു കഴിഞ്ഞാൽ ആൾ തീരും. പക്ഷേ മുകളിൽ ഫെൻസ് കെട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് വീഴാനുള്ള സാധ്യത കുറവാണ്. പിന്നെ മൊബൈലൊക്കെ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം. കാര്യം എന്ന് പറഞ്ഞാൽ ഇല്ലെങ്കിൽ തെറിച്ചിങ്ങനെ താഴോട്ട് വീഴുന്നു കഴിഞ്ഞാൽ പിന്നെ മൊബൈൽ പോവും. കണ്ടില്ലേ, ഇങ്ങനത്തെ ഒരു സ്റ്റെയർ കയറിയിട്ട് വേണം മുകളിലോട്ട് എത്താൻ. ഇതൊരു വിൻഡോ എന്നുള്ള വ്യൂ ആണ്. ഇങ്ങനെ ഒരുപാട് വിൻഡോ. ഏകദേശം ഇതിന് ഒരു 8 നിലയോളം പൊക്കം കാണും ഈ ലൈറ്റ് ഹൗസിന്. 20 രൂപയാണ് എൻട്രി ഫീസ്. 20 രൂപയേ ഉള്ളൂ. ഒരു ഈവനിങ് ഒരു 5:30 ഒക്കെ വരെ ഇത് ഓപ്പൺ ആയിരിക്കും. അത് കഴിയുമ്പം ഇത് ക്ലോസ് ചെയ്യും.